തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൽ CPIM-നെ പഴിച്ച് മേയർ വി രാജേഷിന്റെ വിചിത്ര ആരോപണം. മാലിന്യം വലിച്ചെറിയുന്നത് CPM പ്രവർത്തകരെന്ന് വി രാജേഷ് പറഞ്ഞു. ഒരു മുൻ മന്ത്രിക്കും പങ്കെന്നും മേയർ ആരോപിച്ചു. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാൽ ഭരണപരാജയം മറക്കാനാകില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. BJP-യുടെ 6 മാസത്തെ നഗരഭരണത്തിൽ തലസ്ഥാനം മാലിന്യം കൊണ്ട് നിറഞ്ഞു. BJP ഭരണത്തിനെതിരെ ജനരോഷം ശക്തമായതോടെയാണ് വിചിത്ര ആരോപണവുമായി മേയർ വി രാജേഷിന്റെ പുതിയ നീക്കം. മാലിന്യം വലിച്ചെറിയുന്നത് CPIM പ്രവർത്തകരാണെന്നാണ് വി രാജേഷ് ഇപ്പോൾ പറയുന്നത്. CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ആ മാലിന്യം വലിച്ചെറിയുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന, ആളുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒരു മുൻ മന്ത്രി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇടപെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വിമർശന വിധേയമാക്കേണ്ട കാര്യമാണ്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാൽ ഭരണപരാജയം മറയ്ക്കാനാകില്ലെന്ന് വി ശിവൻകുട്ടി പ്രതികരിച്ചു. നഗരത്തിൽ മാലിന്യം നിറയുമ്പോൾ നഴ്സറി കുട്ടികൾ പോലും പറയാത്ത ആരോപണമാണ് മേയർ ഉന്നയിക്കുന്നതെന്ന് വി ശിവൻകുട്ടി പരിഹസിച്ചു. BJP-യുടെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകർക്ക് മാലിന്യം റോഡിൽ വലിച്ച് എറിഞ്ഞ് ഈ ഭരണസമിതിയെ നാറ്റിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുമ്പോൾ നഗരവാസികൾ അതിന്റെ സത്യം തിരിച്ചറിയും. തലസ്ഥാന നഗരിയിൽ ഏതാണ്ട് ഒരു 500-600 ടൺ മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിക്കുമ്പോഴും നഗരത്തിൽ ഗുരുതര മാലിന്യ പ്രശ്നമുണ്ടെന്ന് മേയർ വി രാജേഷ് പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.